വീരമഹേന്ദ്രപുരി എന്നൊരു രാജ്യത്ത് ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു വരികയായിരുന്നു. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം പോലെ സ്വർഗതുല്യമായ അന്തരീക്ഷമായിരുന്നു അവിടം. കഷ്ടപ്പാടും യാതനയും വഴക്കും ലഹളയും ഒന്നുമില്ലാതെ സമാധാന ചിത്തരായി കഴിഞ്ഞിരുന്ന നന്മ നിറഞ്ഞ ആളുകളായിരുന്നു വീരമഹേന്ദ്രപുരി നിവാസികൾ. ഇതിൽ അസൂയ തോന്നിയ നാഗാസുരൻ എന്നൊരു ദുഷ്ടൻ മഹേന്ദ്രപുരിയിലെത്തി കൊള്ളയും കൊലയും തുടങ്ങി. അകാരണമായി കണ്ണിൽ കണ്ടവരെല്ലാം ഉപദ്രവിച്ച് അഴിഞ്ഞാട്ടം തുടർന്നു. നാഗാസുരൻ്റെ ക്രൂരമായ പീഡനം കൊണ്ട് പൊറുതിമുട്ടിയ സന്യാസിമാർ ബ്രഹ്മാവിൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. പ്രശ്നത്തിന് ഉചിതമായൊരു പരിഹാരം താൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ തിരിച്ചയച്ചു. ഇതേ തുടർന്ന് ബ്രഹ്മദേവൻ ഒരു മഹായാഗം നടത്തി. ഹോമകുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഉഗ്രനാഗത്തെ കൊണ്ട് നാഗാസുരനെ വധിക്കാനുള്ള ചുമതലയേൽപ്പിച്ച് വീരമഹേന്ദ്രപുരിയിലേക്ക് പറഞ്ഞയച്ചു. തീത്തുപ്പി പാഞ്ഞു വന്ന നാഗത്തെ എതിരിട്ടുവെങ്കിലും അതിനെ കീഴ്പ്പെടുത്താൻ നാഗാസുരന് കഴിഞ്ഞില്ല. ഒടുവിൽ ഈ സർപ്പം നാഗാസുരൻ്റെ കഥ കഴിച്ചു. ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ പരമശിവൻ ഈ ഘോരസർപ്പത്തെ ഇനി എന്ത് ചെയ്യുമെന്നാരാഞ്ഞു. അതിനെ വീണ്ടും യാഗാഗ്നിയിലേക്ക് മടക്കും എന്നറിയിച്ച ബ്രഹ്മദേവനെ ശിവൻ വിലക്കി. അരുത്, അതിനെ ഞാൻ ആഭരണമായി ധരിച്ചു കൊള്ളാം എന്ന് അരുളി ചെയ്തു. തത്പ്രകാരം വാസുകി എന്നു പേരുള്ള ബ്രഹ്മാവിനാൽ രൂപം കൊണ്ട സർപ്പത്തെ പരമശിവൻ കഴുത്തിലണിഞ്ഞു. ഇത് കണ്ട ദേവകൾ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് ഐതിഹ്യം. ഇങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന മഹാദേവൻ്റെ കഴുത്തിൽ വാസുകി എന്ന സർപ്പത്തിന് സ്ഥാനം ലഭിച്ചത്. ഓം നമഃ ശിവായ. ഹരേ കൃഷ്ണ.